ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചൂസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു തിങ്കളാഴ്ചയാണേ, അതായത് നമ്മുടെ കള്ളക്കണ്ണൻ്റെ പിറന്നാളാണ് ഇന്ന്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്നല്ലേ, വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടായ തുളസിയാണ്. കുറച്ചധികം തുളസി ചെടികൾ നമ്മുടെ മുറ്റത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ പറിച്ചിട്ട് നമുക്ക് നമ്മുടെ കൃഷ്ണനുള്ള മാല കോർക്കാമല്ലോ. തുളസിക്കതിർ മാല കൃഷ്ണന് ഒരുപാട് ഇഷ്ടമുള്ള മാലയല്ലേ. അപ്പം ഞാൻ പറിച്ച് വെച്ചില്ല, ചെടിയിൽ നിന്ന് തന്നെ പറിച്ച് മാല കോർക്കാമെന്ന് പറഞ്ഞിട്ട് മാല കോർക്കുകയാണേ. ഞാനൊരു ചെറിയ കൃഷ്ണഭക്തയാണ്, അങ്ങനെ വലിയ കൃഷ്ണഭക്തയല്ല കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇടയ്ക്ക് ഗുരുവായൂർ പോകാൻ പറ്റിയ ഗുരുവായൂർ പോകാറുണ്ട്. ഇന്ന് പോകാൻ പറ്റിയില്ല, ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട്. അതായത് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ഗുരുവായൂർ ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. പോകാൻ പറ്റിയില്ല, പോയിട്ടില്ല. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ കുഞ്ഞതായിട്ടൊരു പൂജ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള മുന്നോടിയായിട്ട് വീട് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുളസിമാലയൊന്ന് കോർക്കാനുണ്ട്. അപ്പോൾ തുളസിമാലയും കെട്ടിയതിന് ശേഷം ഇങ്ങനെ നിന്നിട്ട് തന്നെയാണ് കിട്ടണത്. അവിടെ നിന്നുള്ളത് പറിച്ചിട്ട് നിറച്ചുണ്ടായിരുന്നു. ഈ തുളസിയൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ചെടി മുളച്ച് വരാറില്ല. അപ്പം ഞാൻ മാല കോർക്കൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞതാണ്, ഐശ്വര്യമുള്ള അവിടെ തുളസി ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചപ്പോൾ നീ ചിരിക്കണ്ടെന്ന് അങ്ങനെ പറയായിരുന്നു. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഏട്ടൻ ഉണ്ടായിരുന്നു. കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് ഹൗസ് വാമിങ്ങിനെ ഗിഫ്റ്റ് ചെയ്തതാണ്. എൻ്റെ സുനു കൂടെ പഠിച്ചതാണ്, പണ്ട് കൂടെ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ കൃഷ്ണ വിഗ്രഹം. അപ്പം ഞാൻ ഏട്ടനിങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് തിരി വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ കൃഷ്ണ ഭഗവാന് ഇഷ്ടമുള്ള കദളിപ്പഴം, അങ്ങനെയൊക്കെ അവില്, ഇങ്ങനെ മലര് പൊരി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പൂജ ചെയ്യുക. പക്ഷെ നമ്മളതൊന്നും ചെയ്തിട്ടില്ല, കദളിപ്പഴം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ചെറുപഴവും ഇഷ്ടമാണ്, കൃഷ്ണ ഭഗവാന് ചെറുപഴവും ഇഷ്ടമാണ്. അപ്പം നമ്മൾ ചെറുപഴമൊക്കെ തട്ടിൽ വെച്ചിട്ട് ചെറുതായിട്ടൊരു പൂജ. എല്ലാ പ്രാവശ്യവും അങ്ങനെ ഡെയിലി വിളക്ക് വയ്ക്കണതാണല്ലോ, ആ വിളക്കിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു പൂജ ചെയ്തിട്ട് കൃഷ്ണ ഭഗവാന്റെ പിറന്നാളായിട്ട് കൃഷ്ണന് ഇഷ്ടപ്പെട്ട വെണ്ണ, അങ്ങനെയെല്ലാം നമുക്ക് എന്തൊക്കെ വെക്കാൻ പറ്റുമോ കൃഷ്ണന് ഇഷ്ടമുള്ളത് എല്ലാം വെച്ചിട്ട് നമുക്ക് പൂജ ചെയ്യാൻ പറ്റും. അങ്ങനെ അതെ, ഇവിടെയും കൃഷ്ണ ഭഗവാന്റെ മുമ്പിലും വിളക്ക് വെച്ചിട്ട് ലക്ഷ്മി ദേവിയുടെ കുഞ്ഞു ദീപമാണ് അത് വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ എന്നും വയ്ക്കുന്ന വിളക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഭക്തിയൊക്കെ കത്തിച്ച് എല്ലാം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെന്തും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമുക്കത് ദൈവം നടത്തി തരുമല്ലോ. അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്നും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണതല്ലേ, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ദൈവം എപ്പോഴും കേൾക്കുമല്ലോ. ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ദൈവം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നല്ലോ. ഒരുപാട് ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞു വീട് വെക്കണം എന്നുള്ളത്. അത് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ദൈവം നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു വീട് വെക്കാനുള്ള അനുഗ്രഹം തന്നതും. അതും വീടിന് ലോണ് പാസ്സായി എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യുമ്പോൾ, അതായത് സാർവിയോ സാറ് ഫോൺ ചെയ്യുമ്പോൾ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റാണ്ട് ഞങ്ങൾ സാറിനോട് പറഞ്ഞു, സാർ ഞങ്ങൾ ഗുരുവായൂരാണ്, ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങളവിടെ താമസിച്ച് ഗുരുവായൂർ തൊഴാൻ പോയിരിക്കുകയായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ ലോണ് ഒപ്പിടാൻ പോണത് തന്നെ. അതുകൊണ്ട് കൃഷ്ണ ഭഗവാൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ വർഷത്തിൽ ഒരു തവണ ഇല്ലെങ്കിൽ വർഷത്തിൽ 2 തവണയെങ്കിലും ഗുരുവായൂർ പോവാറുള്ളത് തന്നെയാണ്. അപ്പോൾ അത് പോരാണ്ട് നമ്മുടെ വീട്ടിലും എന്നും കൃഷ്ണ ഭഗവാൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസവും. നമ്മളെന്നും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് നടത്തി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പൂജ വയ്ക്കലും വിളക്ക് വയ്ക്കലും പൂജ ചെയ്യലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി. എൻ്റെ ചെടിയൊക്കെ ഒന്ന് നോക്കണമല്ലോ. അപ്പോൾ അതേ സന്ധ്യ മയങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യാസൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ട് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, ആകാശത്ത് ഇങ്ങനെ നല്ല കളറൊക്കെ ആയിട്ട്. അപ്പം ഞാനിങ്ങനെ ചെടിയിലേക്ക് കുറച്ച് നനയ്ക്കാനുണ്ടായിരുന്നു. ചെടിയൊക്കെ നനച്ച്, വേറെ അപ്പുറത്തും ചെടികളുണ്ട്, അതും എല്ലാം നനച്ച്. ഇപ്പോൾ പയറൊക്കെ നിറച്ചും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പയർ പറിക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം അറിയോ. നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ള പയറുചെടി ഉണ്ട്. ഞാൻ ഇനി അടുത്ത പ്രാവശ്യം പറിക്കുമ്പോൾ കാണിച്ചു തരാം. ഇനിയും ഇങ്ങനെ ചെടികൾ നമുക്ക് നടാനുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ
കാണിച്ചു തരാം. പിന്നെ അപ്പോഴേക്കും അമ്മ ഫോൺ ചെയ്തു. അപ്പോൾ എന്താ ചോദിച്ചിട്ട് തറവാട്ടിൽ പോയപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കൂൺ മാമൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. വിനോദൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് തരാൻ വേണ്ടി അമ്മ വിളിച്ചതാണ്. അപ്പോൾ അത് പോയി എടുത്തിട്ട് വരുമ്പോൾ എടുക്കാൻ പോയിട്ട് വരുമ്പോഴാണ് അതേ അമ്മയും മോനും ആവണുണ്ട്. വീഡിയോ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ ഞാൻ ചെറുതിനെയും ചെറിയൊരു പനിയും ജലദോഷമൊക്കെ ആയിട്ട് ആശാനിങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ നോക്കണം. ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ. നടക്കാൻ തുടങ്ങിയിട്ടില്ല, എന്നാലും ഇപ്പം ഇതെങ്ങനെ മുട്ടൊക്കെ കുത്താൻ തുടങ്ങി. ഇങ്ങനെ 1 വയസ്സ് കഴിഞ്ഞു, എന്നാലും ആശാൻ പതുക്കെ നടക്കുകയുള്ളൂ, പതുക്കെ നടക്കാൻ ശ്രമിക്കണേയുള്ളൂ. അതായത് എല്ലാവരും എടുത്ത് നടക്കാൻ ആളുള്ളതുകൊണ്ട് കുട്ടിക്ക് നടക്കാനും മുട്ടുകുത്താനൊന്നും പറ്റണില്ലല്ലോ. ആൾ വീതം ഇങ്ങനെ വലിയമ്മമാരും വലിയച്ചന്മാരും ഏട്ടന്മാരും ഒക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പം ഞാനതൊന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വൈകിട്ട് വന്നിട്ട് രാവിലത്തെ ഉണ്ട് കറി, വൈകിട്ട് കറിയും ചോറും എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂണൊന്ന് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ശരിക്കും കൂൺ കിട്ടിയ ഉടനെ കറി വയ്ക്കണം എന്നാണ്, അത് എടുത്ത് വയ്ക്കാൻ പാടില്ല അങ്ങനെയാണ്. പക്ഷേ വേറെ കറികളുള്ളത് കൊണ്ട് ഞാനത് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചു, ഫ്രീസറിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചാലും അത് ചിലപ്പോൾ പുഴു വരാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് പുഴു വരണ അതായത് പ്രകൃതിയിലുണ്ടായ ഒന്നും കീടനാശിനിയൊന്നും തളിക്കാത്തൊരു സംഭവമല്ലേ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാവണതല്ലേ. അതുകൊണ്ട് ഇതിൽ പെട്ടെന്ന് തന്നെ പുഴു വരാൻ സാധ്യതയുണ്ട്. എളുപ്പം ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഫ്രീസറിലാണ് വെച്ചത്. പിന്നെ രണ്ടാളും എന്നോട് തല്ലുവടീൻ്റെയും കഥ പറയാനും, രണ്ടാൾക്കും എന്നും പ്രശ്നവും പരാതിയും പരിഭവങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ തന്നെയാണ് എനിക്ക് ശരി ഓക്കെ ഞാനെല്ലാം സോൾവ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ടാളും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞു. കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ കൈ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ, പിന്നെ നമുക്കതൊന്നും വിഷയമല്ലല്ലോ, നമുക്ക് സർവ്വസാധാരണമാണ് കയ്യിൽ കത്തി തട്ടുന്നത്. എനിക്ക് കട്ടിങ് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ കട്ടിങ് ബോർഡ് എടുത്തില്ല, കൈ വെച്ചിട്ട് തന്നെയാണ് ഇത് കട്ട് ചെയ്തത്. അത്രയേ ഉള്ളൂ, കുഞ്ഞു മൊട്ടാണ്. അപ്പോൾ കയ്യിൽ കത്തി തട്ടിയത് എന്തായി ചോദിക്കാനുള്ള വരുവിൻ്റെ വരവ്. പിന്നെ എന്തോ കൊണ്ടൊന്നും കാണിച്ചു തന്നിട്ട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്നോട് ഇങ്ങനെ പരിഭവങ്ങൾ പറയാനല്ലേ സമയമുള്ളൂ. അങ്ങനെ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കൂൺ ഫ്രീസറിലേക്ക് മാറ്റട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.